guys, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഒരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഇടം നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ പരിചയപ്പെട്ട ചില വ്യക്തികളെ നമ്മൾ ഒരിക്കലും മറക്കാറില്ല. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാരണം കൊണ്ടായിരിക്കും അവർ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത്. സോ നിങ്ങൾക്കും ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരു തവണ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമായി അവരുടെ മനസ്സിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായും ഇത് നമ്മുടെ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ക്യാരക്ടറായി മാറാൻ അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറാൻ നമ്മെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമതായി, ഇങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായി മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം സ്മൈൽ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന അല്ലെങ്കിൽ പലപ്പോഴും ചെയ്യാത്ത ഒരു കാര്യമായിരിക്കും മറ്റുള്ള ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത്. നിങ്ങളൊരു വ്യക്തിയെ പരിചയപ്പെടുന്ന സമയത്ത് ആദ്യമായി നിങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിങ്ങൾ ഒരു വ്യക്തിയെ കണ്ടു എന്ന് വിചാരിക്കുക. ചില ആളുകളുണ്ടായിരിക്കും മുഖത്തേക്ക് നോക്കും, എന്നിട്ട് ചിരിക്കണോ വേണ്ടയോ, ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പുഞ്ചിരി തിരിച്ചു കിട്ടുമോ, ലൈക്ക് ഇങ്ങനെയൊക്കെ ആ ഒരു നോട്ടത്തിൽ തന്നെ അവർ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടായിരിക്കും. അവസാനം അവർ പുഞ്ചിരിക്കാൻ മറക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരിക്കലും ആകരുത്. നിങ്ങളൊരു വ്യക്തിയെ കണ്ട ഉടനെ തന്നെ നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ട് ഒരു സ്മൈൽ കൊടുക്കുക. ഒരു പക്ഷേ നിങ്ങൾ സ്മൈൽ കൊടുക്കുന്നത് ഇതുവരെയും ഒരു സ്മൈൽ കിട്ടാത്തൊരു വ്യക്തിക്കാണെങ്കിൽ അല്ലെങ്കിൽ അവർ വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അവർക്കിത് വളരെ റിലീഫ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ഹാപ്പിനെസ്സിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും ഈ ഒരു സ്മൈൽ എന്ന് പറയുന്നത്. അത് നമുക്കറിയില്ല. ഒരു പക്ഷേ നമ്മുടെ ആ ഒരു സ്മൈലായിരിക്കും അവർക്ക് ഏറ്റവും റിലാക്സേഷൻ അന്നത്തെ ദിവസം കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളായിരിക്കും. എനിവേ, സ്മൈൽ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്ന, മറ്റുള്ള ആളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒന്ന് കോൺഫിഡൻ്റ് ആകാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്മൈൽ ചെയ്യുക എന്നുള്ളത്. സോ മറ്റുള്ള ആളുകളുമായി സംസാരിക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരി നൽകി മാക്സിമം സംസാരിക്കാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമതായി ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ അട്രാക്റ്റീവ് ആക്കുന്നത് അയാളുടെ സംസാരം, അയാളുടെ പേഴ്സണാലിറ്റി, അയാൾ നമ്മളോട് സംസാരിക്കുന്ന രീതി, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു വ്യക്തിയെ അട്രാക്റ്റഡ് ആക്കാൻ പറ്റും. സോ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില വ്യക്തികളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകൾ സംസാരിക്കുന്നത് കണ്ണിൽ നോക്കിയായിരിക്കും, ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയായിരിക്കും, ചില ആളുകൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു ഐ കോണ്ടാക്ട് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ നേത്ര സമ്പർക്കം എന്ന് പറയുന്നത് വേറെ എന്തൊക്കെയോ ഒരു രീതിയിലുള്ള നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും ചില ആളുകളുടെ. സോ നിങ്ങളൊരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഐ കോണ്ടാക്ട് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് എപ്പോഴും ട്രൈ ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾ ഒരു തവണ ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അതൊന്ന് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ട് എന്ന് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നിങ്ങളത് തിരുത്താൻ ട്രൈ ചെയ്യുക. അങ്ങനെ ഒരു തവണ നമ്മളത് നോട്ടീസ് ചെയ്ത് പതുക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഇംപ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കും. സോ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഐ കോണ്ടാക്ട് ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ കോൺവെർസേഷൻ തന്നെ അവിടെ എഫക്റ്റീവ് ആകാതെ പോകും. ഒരു പക്ഷേ നിങ്ങൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് ലിസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ഐ കോണ്ടാക്ട്, നിങ്ങൾ സംസാരിക്കുന്ന രീതി, ഇതൊക്കെ കറക്റ്റ് ആയാൽ മാത്രമേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഡിസ്കംഫർട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു കോൺവെർസേഷൻ എഫക്റ്റീവ് ആകാതെ പോകാറുണ്ട്. സോ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മളൊരു ഒറ്റ പേഴ്സണോട്, അതായത് ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഐ കോണ്ടാക്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മാസ് ഓഡിയൻസുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഐ കോണ്ടാക്ട് നമുക്ക് പിന്നെയും ഒരുപാട് കാര്യങ്ങളിലൂടെ ഒരുപാട് ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതൊന്ന് അഡ്ജസ്റ്റ് ആക്കാൻ കഴിയും. പക്ഷേ ഒന്നോ രണ്ടോ വ്യക്തികളോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ചെറിയൊരു ഗ്രൂപ്പിനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഐ കോണ്ടാക്ട് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഓഡിയൻസിന് അത് മനസ്സിലാകും എന്നുള്ളതാണ്. സോ ഐ കോണ്ടാക്ട് വളരെ എഫക്റ്റീവായിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്യുക. ഇനി മൂന്നാമതായി, നമുക്കൊരു ഇഷ്ട കഥാപാത്രമായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങളൊരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇൻട്രസ്റ്റുകളെ കുറിച്ചും അവരുടെ ഹോബീസിനെ കുറിച്ചും അവർ
അവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ട്രൈ ചെയ്യുക. ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു ക്യൂരിയസ് മനോഭാവത്തോടു കൂടി അവരെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മളെക്കുറിച്ച് പറയാൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. എന്തൊക്കെയാണ് നമ്മുടെ പ്രവൃത്തികൾ, എന്തൊക്കെയാണ് നമ്മുടെ അച്ചീവ്മെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിഷമങ്ങൾ നേരിടുന്നുണ്ടോ, നമ്മുടെ സന്തോഷം നിറഞ്ഞിട്ടുള്ള മൊമെന്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ഒരാൾ ചോദിക്കുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ അത് സംസാരിക്കും എന്നുള്ളതാണ്. ബിക്കോസ് ഒരു പക്ഷേ നമ്മൾ അങ്ങനെ ആരോടും ഇതുവരെ സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലാത്ത ആളുകളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവരത് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇടം നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ട്രൈ ചെയ്യുക. അത് നേരിട്ട് തന്നെ അവരോട് ചോദിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കരുത് എന്നുള്ളതാണ്. ഓരോ ആളുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. ആ പേഴ്സണൽ സ്പേസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് അവരിലേക്ക് കടന്നു ചെന്ന് സംസാരിക്കുന്നത് ആരും ഇഷ്ടപ്പെടില്ല. അത് അവർക്ക് ഇറിറ്റേഷനും ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ ഇങ്ങനെ മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിൽ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കുന്നത്. പലപ്പോഴും ഞാൻ കാണുന്ന ഒരു മിസ്റ്റേക്ക്, പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ചിലപ്പോൾ ചില വ്യക്തികൾ വളരെയധികം ടോക്കറ്റീവ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. അവർക്ക് സംസാരിക്കാനൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ആളുകളായിരിക്കും. ചില ആളുകളെ സംസാരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും പല ആശയങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കാറുണ്ട്. എന്നാൽ ചിലരെങ്കിലും ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരുടെ പേഴ്സണൽ സ്പേസ് ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവരോട് വളരെയധികം അടുത്ത് ചെന്ന് സംസാരിക്കുക. ഒരു പക്ഷെ അങ്ങനെ അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് ബ്രേക്ക് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് തന്നെ അവരോട് സംസാരിക്കുന്നത് പിന്നീട് ഒരു ഡിസ്കംഫർട്ടായി മാറും, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. പിന്നീട് പതുക്കെ ആ ഒരു റിലേഷൻഷിപ്പ് ഡാമേജ് ആയി പോകും എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഓരോ വ്യക്തിയും, ഒരു പക്ഷെ എല്ലാ വ്യക്തികളും അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേഴ്സണൽ സോൺ ഉണ്ട്, അതിലേക്ക് കടന്നു വരാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരാളും അതിനകത്തേക്ക് കടന്നു വരാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ആ ഒരു താല്പര്യാർത്ഥം മാത്രമേ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് അവരൊരാളെ ഇൻവൈറ്റ് ചെയ്യുകയുള്ളൂ, ഏതൊരാളാണെങ്കിലും. സോ ഇങ്ങനെ ഒരു വ്യക്തിയുടെയും പേഴ്സണൽ സ്പേസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കാതിരിക്കുക. ഒരകലം പാലിച്ചുകൊണ്ടായിരിക്കണം എപ്പോഴും ഏതൊരു വ്യക്തിയോടും നിങ്ങൾ സംസാരിക്കേണ്ടതും ഇടപഴകേണ്ടതും. ഇനി കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളുണ്ടായിരിക്കും. ചിലപ്പോൾ ഡാൻസിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും, പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും, മറ്റു പല കഴിവുകളും ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഇതേ കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതേ ടേസ്റ്റുകളുള്ള അതേ ഇൻട്രസ്റ്റ് ഉള്ള ചില വ്യക്തികളുണ്ടായിരിക്കും. സോ നമുക്ക് ഇഷ്ടപ്പെടുന്ന അതേ ഗ്രൗണ്ടിലുള്ള ചില വ്യക്തികളുണ്ടായിരിക്കും. അവരുമായിട്ട് നമ്മൾ പെട്ടെന്ന് സിങ്ക് ആവാറുണ്ട്. സോ ഇത് മറ്റൊരു കാരണമാണ്, മറ്റൊരാളുടെ മനസ്സിലേക്ക് ഇടം നേടാൻ അല്ലെങ്കിൽ മറ്റൊരാളോട് പെട്ടെന്ന് കൂട്ടുകൂടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ അതേ കോൺസെപ്റ്റിൽ അതേ വേവ് ലെങ്തിൽ പോകുന്ന ആളുകളുണ്ടായിരിക്കും, അതേ താല്പര്യങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. അവരുമായിട്ട് പെട്ടെന്ന് നമുക്ക് കൂട്ടുകൂടാൻ സാധിക്കും. ഇത് മറ്റൊരു കാര്യമാണ്. നമുക്ക് ഒരാളുടെ മനസ്സിലേക്ക് ഇടം നേടണം എന്നുണ്ടെങ്കിൽ അവരുടെ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ എന്താണ്, അവർക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖല എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് അതേ കാര്യങ്ങൾ നമ്മളും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവരുമായിട്ട് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൗഹൃദം സ്ഥാപിക്കാൻ സാധിക്കും. ഇനി മറ്റൊരാളുടെ മനസ്സിൽ ഇടം നേടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു പക്ഷേ മറ്റൊരാളുടെ മനസ്സിൽ ഇടം നേടുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ക്യാരക്ടറിനെ തന്നെ ഒരു പടി മുന്നിലേക്ക് ഉയർത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തി സംസാരിക്കുന്ന സമയത്ത് അത് ലിസൺ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഒരിക്കലും അതിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാതിരിക്കുക. ചില ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി സംസാരിക്കുന്നതിന് ഇടയിൽ കയറി സംസാരിക്കും, പിന്നീട് ആ വ്യക്തിക്ക് മറുപടി പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല, അതിന് സമയം കൊടുക്കില്ല. മാത്രമല്ല എന്തെങ്കിലും ഒരു മറുപടി പറയാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പുറം നിൽക്കുന്ന ഈ ഒരു വ്യക്തി കൂടുതൽ വോയിസ് ഉയർത്തിയിട്ട് സംസാരിക്കാറുണ്ട്. ഇത് ഒരിക്കലും നമുക്ക് യോജിച്ച ഒരു കാര്യമല്ല. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ചില വ്യക്തികൾ കടന്നു വരാറുണ്ടെങ്കിൽ നമ്മളെ കൂടുതലായിട്ട് ലിസൺ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. നമ്മളെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വ്യക്തികളെ നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർക്കും, അല്ലെങ്കിൽ എപ്പോഴും അവർ നമ്മളെ ഇഷ്ടപ്പെടും, നമുക്ക് അവരെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. സോ കൂടുതലായിട്ട് സംസാരിക്കുന്നതിന് പകരം കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പഠിക്കുക. ഇതൊരു പക്ഷെ നമ്മുടെ ലൈഫിലേക്ക് എന്നും നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. കൂടുതലായിട്ട് ലിസൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും, നമുക്ക് സ്വയം ചിന്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരിക്കും. സ്വന്തമായിട്ട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ലിസൺ ചെയ്യുന്ന സമയത്ത്, കൂടുതലായിട്ട് വായിക്കുന്ന സമയത്ത്,
മറ്റൊരാളെ കേൾക്കുന്ന സമയത്ത് ഈ ഒരു കഴിവ് നമുക്ക് പതുക്കെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. സോ ലിസൺ ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഉപകാരമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. സോ ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാൾ പറയുന്ന സമയത്ത് അത് കേൾക്കാൻ ട്രൈ ചെയ്യുക. ഇനി നിങ്ങളൊരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റൊരാളെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും അവർക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. മറ്റുള്ള വ്യക്തികളെ ജഡ്ജ് ചെയ്തുകൊണ്ട് സംസാരിക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ചോ എന്തെങ്കിലും ആശയങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇതെപ്പോഴും നമുക്ക് സഹായകമാവുന്ന ഒരു കാര്യമാണ്. മറ്റൊരാളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരിലില്ലാത്ത കാര്യം എന്താണ് അല്ലെങ്കിൽ അവരിലുള്ള കാര്യം എന്താണ് ഇങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കാതെ, മറ്റൊരാളെ ജഡ്ജ് ചെയ്യാതെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അത് ആശയങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ആണെങ്കിൽ അത് കൂടുതലായിട്ടും നന്നായിരിക്കും. ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് വരിക. ഇനി ഏറ്റവും അവസാനമായി, നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നമ്മളെ എപ്പോഴും നിലനിൽക്കാനുള്ള ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരിക്കലും കോംപ്ലിമെൻറ്റ് ചെയ്യരുത്. നിങ്ങൾ ഒരു പക്ഷേ ലോങ് ടൈം കഴിഞ്ഞിട്ടാണ് ഒരു വ്യക്തിയെ കാണുന്നതെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ ജെന്യൂനായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ അത് അവരോട് പറയുക എന്നുള്ളതാണ്. ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. കോംപ്ലിമെൻറ്റ് ലഭിക്കുക, കോംപ്ലിമെൻറ്റ് നൽകുക എന്നുള്ളത് അത് നമുക്ക് മനസ്സിന് നൽകുന്ന ഒരു പ്രചോദനം വളരെ വലിയ ഒരു കാര്യമാണ്. സോ മറ്റൊരാളെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക. മറ്റുള്ള ആളുകളിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കോംപ്ലിമെൻറ്റ് ചെയ്യുക, അതിനെ അഭിനന്ദിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ ട്രൈ ചെയ്യുക. നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്നും ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബായിരിക്കണം നമുക്ക് ആ ഒരു ഗ്രൂപ്പിനുള്ളിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മനസ്സിലും നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമേജ് തന്നെയായിരിക്കും. ഒരു പക്ഷേ നമുക്കും അത് തന്നെയാണ് ആഗ്രഹം, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും പീസ്ഫുള്ളായിട്ട് നിലനിർത്തുന്നതും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടാകുന്ന സമയത്താണ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. മറ്റൊരാളുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ മനസ്സിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു രൂപം ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് പീസ്ഫുള്ളായി മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഇത് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് ഇപ്പോൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്